ഇനിയുള്ള അല്പനിമിഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കെട്ടുകഥയോ ഭാവനയോ ഒന്നുമല്ല, ഒരു മനുഷ്യ ജീവിതത്തിന്റെ കാലചക്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതേ ക്രമത്തിൽ സംഭവിക്കണമെന്നൊന്നുമില്ല. ഇത് പലർക്കും പല രൂപങ്ങളിലും ഭാവങ്ങളിലും സംഭവിക്കാറുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതയാത്രയും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ ജീവിതയാത്രയെ നിശബ്ദമായി നമുക്കൊന്ന് നോക്കിക്കാണാം. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. അതേനെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുന്നേ നമ്മളെ കണ്ട ഒരു കർത്താവ്. ആ അമ്മ ശരീരത്തിൽ ബലഹീനയായിരുന്നപ്പോഴും വീഴാതെ കരുതിയ സ്നേഹം, നമുക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ സ്നേഹം, നമ്മെ രക്ഷിച്ചൊരു സ്നേഹം. ആ സ്നേഹത്തെ തിരഞ്ഞു പിടിച്ച് അവഗണിക്കാറുണ്ട് നാം പലപ്പോഴും. 1000 തവണ ആ കരുതൽ അനുഭവിച്ചിട്ടും നാം അത് ആവർത്തിക്കാറുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ദിവസം നമ്മുടെ ഓർമ്മയിലില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ അത് നന്നായി ഓർക്കുന്നുണ്ടാവും. 1000 നന്ദി അവർ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാവും, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞതോർത്ത്. ഇനിയിപ്പം അങ്ങോട്ട് ആ അമ്മയുടെ മാറിൻ്റെ ചൂടറിയാനും അപ്പൻ്റെ കൈക്കുമ്പിൽ തലയിണയാക്കാനും കുറെ നല്ല ദിനങ്ങൾ ബാക്കി. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. അമ്മയുടെ കരത്തിൽ ആ കുഞ്ഞെന്ന് സുഖമായി ഉറങ്ങിയത് ദൈവം ആ അമ്മയ്ക്ക് ആരോഗ്യം നൽകിയത് കൊണ്ടല്ലേ, തളരാതെ നിർത്തിയത് കൊണ്ടല്ലേ. പ്രത്യക്ഷത്തിലെ കരങ്ങൾ അമ്മയുടേതായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കരതാരിലായിരുന്നു ആ കുഞ്ഞ്. പതിയെ പതിയെ അവൾ വളർന്നു തുടങ്ങി, പിച്ച വയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ എത്ര വീഴ്ചകൾ. പക്ഷേ പതിയെ അവളുടെ കൈകാലുകൾ ഉറച്ച് സ്വതന്ത്രമായി നടക്കാൻ അവൾ തുടങ്ങി. പിന്നെ അപ്പൻ്റെ കുട്ടിക്കളിയും തുടങ്ങി കേട്ടോ. ആ കൈകളിലാണ് അവളുടെ സുരക്ഷ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവളുടെ അപ്പയ്ക്ക് അവളെ പൊന്നുപോലെ കരുതാൻ കഴിഞ്ഞത് യേശു അപ്പ അവരെ സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണേ.
ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഹോ, ആ യേശോപ്പയുടെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിവരില്ലെന്നേ. അത്ര അവളെ സൂക്ഷിച്ചില്ലേ, സ്നേഹിച്ചില്ലേ. ഇങ്ങനെ അൺകണ്ടീഷണലി നമ്മെ സ്നേഹിക്കാൻ വേറെ ആരാന്നേ ഉള്ളേ. പിന്നെ വേറൊരു കാര്യം, അമ്മയ്ക്കാണെങ്കിൽ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും പ്രാർത്ഥന മുഖ്യമായിരുന്നു. അത് തൻ്റെ മാതാപിതാക്കൾ അന്നേ അവളെ പഠിപ്പിച്ചൊരു ശീലമായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് അവൾ വളർന്നത്. സ്കൂളിൽ പോകാനൊക്കെ പ്രായമായി, വലിയ കുട്ടിയായി. വീട്ടിൽ സമാധാനമായിരുന്ന കുട്ടി ഇനി അറിവുകളുടെ ലോകത്തേക്ക് പതിയെ പതിയെ നീങ്ങുകയാണ്. അപ്പനും അമ്മയും ഒക്കെ എപ്പോഴും കൂടിരിക്കുന്ന സമയം ഏതാണ്ടങ്ങ് തീരുക. സാരമില്ലെന്നേ, കൂട്ടിന് യേശോപ്പ ഇല്ലെന്നേ. ഈ ലോകത്ത് ആരൊക്കെ എന്നെ മറന്നാലും വെറുത്താലും കൈവിട്ടാലും എൻ്റെ യേശു ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. ചേർത്തങ്ങനെ പിടിക്കും. പിന്നെ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, കണ്ണും പൊട്ടി കർത്താവിനെ അങ്ങ് സ്നേഹിക്കണം, വിശ്വസിക്കണം. പിന്നെ ഇപ്പം നമ്മുടെ കുട്ടിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം കൂടുതലിഷ്ടം അവരോടൊപ്പം സമയം ചെലവഴിക്കാനാണ്. പിന്നെ അപ്പനവൾക്കൊരു ഫോണൊക്കെ വാങ്ങിക്കൊടുത്തു. കാലം ഇതായിപ്പോയില്ലേ. ആള് നന്നായി പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നാലും എന്തോ നേരത്തേതിനേക്കാൾ ഒരല്പം മടിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും അപ്പയും അമ്മയും പറയും, മോളെ എത്ര വളർന്നാലും ദൈവത്തെ മറക്കരുത്. നിങ്ങളോടും കൂടെ കേട്ടോ, ദൈവത്തെ ഒരിക്കലും മറക്കരുത് ആരും. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നമ്മുടെ വീടായ ഈ ഭൂമിയും അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വരദാനമാണ്. അതൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ. പിന്നെ വന്നു നമ്മുടെ ഈ കുട്ടിക്കുണ്ടല്ലോ, ഉപദേശങ്ങളൊക്കെ എന്തോ വല്ലാത്ത ഇറിറ്റേഷനായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ അവളെ പഠിപ്പിച്ച ശീലിച്ചു വന്ന പല കാര്യങ്ങളോടും വല്ലാത്തൊരു താല്പര്യക്കുറവ്. അതായത് ഈ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തന്നെ ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ. എന്തായാലും വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് അവളിപ്പോൾ യൗവനക്കാരത്തി ആയിനേ.
അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ സ്വാഭാവികമാണ്. എന്നാലും അതിര് വിട്ടാൽ എല്ലാം അപകടമാണെന്ന് മാതാപിതാക്കൾ അവളെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഇതാ ഇങ്ങനെ. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അടഞ്ഞു പോയോ? ഒന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെയും മറന്ന് വീട്ടുകാരിൽ നിന്ന് സ്വാതന്ത്ര്യവും നേടി സ്വതന്ത്രമായി നടക്കാൻ തോന്നുന്ന തന്നിഷ്ടത്തിൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രായം. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വല്ലാത്ത കാലം. പക്ഷേ ഇതും കടന്നു പോകും അതിവേഗം. പോയിന്നേ, സമയത്തിൻ്റെ ഒരു കാര്യം. വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് സെക്കൻഡ് പോലെയാ. എന്നാലും ഇതിപ്പോ ഇത്ര വേഗം എങ്ങനെ എങ്ങനെ ഇങ്ങനെ? ശോഭിക്കുവാൻ കരുണ ചെയ്ക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്ക എന്നും കനിവുള്ള ദൈവമേ. അതേനെ, എൻ്റെ സ്വന്തം എന്ന് പറയാൻ അവൾക്കിപ്പോൾ ഒരാളുണ്ട്. ഇനി അവളുടേത് മാത്രമായ ഒരു പുതിയ ലോകം. പതിയെ പതിയെ ഈ ജീവിതം മുന്നോട്ട് നീങ്ങി തുടങ്ങി. സന്തോഷത്തോടൊപ്പം സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരും തുടങ്ങി പ്രാരാബ്ദങ്ങളുടെ ഒരു കാലഘട്ടം അങ്ങനെ തുടങ്ങിയ. തിരക്കിനിടയിലും അവൾ പേരൻസിനെ വിളിച്ച് സ്നേഹാന്വേഷണമൊക്കെ നടത്താറുണ്ട്. അവരങ്ങ് ദൂരെ അല്ലേന്നേ. പിന്നെ എപ്പോൾ വിളിച്ചാലും അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് മക്കളെ. ഏത് ഈ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ അവരെപ്പോഴും പറയും, ക്ഷീണിച്ചു പോവല്ലോ കേട്ടോ, ധൈര്യത്തോടെ നിൽക്കണേന്ന്. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ, ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽത്താൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ, ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽത്താൻ.
സത്യം കേട്ടോ, വല്ലാത്ത ക്ഷീണോ. അതെങ്ങനെയാ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് സമയം ഒരൊറ്റ പോക്കല്ലേ. 10 വർഷം മുന്നേ അടിച്ചു പൊളിച്ച് പാറിപ്പറന്ന് നടന്ന് ഞാനാ. ഇപ്പൊ പിള്ളേര് 3 ഇനിയിപ്പൊ പിള്ളേർ ഇതാ കണ്ണടച്ച് തുറക്കും മുന്നേ വളരും. അവരുടെ പഠനം, ഭാവി, ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. എന്തെല്ലാം കാര്യങ്ങൾ ഇനിയിപ്പൊ ചെയ്തു തീർക്കണം. ഒരുപാട് ആലോചിക്കാനൊന്നും നേരമില്ല. അല്ല, ആലോചിച്ചിട്ട് കാര്യമില്ല. കർത്താവ് കൂടെ ഉണ്ട്, പിന്നെ ഈ ടെൻഷന് വരാൻ സന്തോഷമായിരിക്കുന്ന ഈ ജീവിതത്തിൽ. ആ സന്തോഷത്തിന് ഒരതിരും കാണുകയില്ല. സുഖജീവിതമാണെന്നല്ല കേട്ടോ, സമാധാനം. അതാണല്ലോ മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത്. നമ്മുടെ ഈ യൗവനമൊക്കെ കഴിഞ്ഞ് പ്രായമാകുമ്പോഴും കർത്താവിൽ ആശ്രയിച്ച് നമ്മളങ്ങോട്ട് പോയാലുണ്ടല്ലോ, നമ്മൾ വഹിക്കേണ്ട ഭാരവും പ്രയാസവും ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി വഹിക്കുമെന്നേ. സംശയിക്കാറെന്നേ, വിശ്വസിക്ക്. യൗവനദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും. വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. പിന്നെ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. കർത്താവ് സഹായിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഇപ്പോൾ 2 കൊച്ചുമക്കളും ഉണ്ട്. അവരുടെ കൂടെ ഇപ്പോൾ ഫുൾ ടൈം. എന്നാലും ഒരു വല്ലാത്ത വേദന ഉള്ളിലുള്ളത്, ആയകാലത്ത് കർത്താവിന് വേണ്ടി ഓടാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ വയസ്സാകും തോറും ആഗ്രഹം കൂടി വരികയും ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യാനാന്നേ, മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം അങ്ങോട്ട് എത്തുന്നില്ല. എങ്കിലും ഒരു പ്രാർത്ഥന മീറ്റിംഗ് പോലും ഞങ്ങളിപ്പോൾ മുടക്കാറില്ല. വയ്യെങ്കിൽ പോലും പോകാതിരിക്കാൻ മനസ്സ് വരില്ലെന്നേ. ചിലപ്പോൾ ശരീരവും മനസ്സും ഒക്കെ വല്ലാണ്ടങ്ങ് തളരും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. ഒത്തിരി ഹൃദയത്തിന് സന്തോഷവും ധൈര്യവും ആനന്ദവും നൽകുന്നൊരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നേ: താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ അവൾ ഇന്ന് ഈ ഭൂമിയിലില്ല. പ്രായം തളർത്താത്ത മനസ്സുമായി അവസാന നിമിഷങ്ങളിലും ദൈവത്തെ ഉയർത്തുവാൻ, ദൈവവചനം അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ ഈ കുഞ്ഞിന്, അതായത് ഇപ്പോഴത്തെ ഈ അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം നൽകി. മനുഷ്യ ജീവിതം ഒരു നേർ രേഖയല്ല. ജനനം മുതൽ മരണം വരെ നീളുന്ന അനിശ്ചിതത്വം ഒരുപാട് നിറഞ്ഞ ഒരു യാത്രയാണ്. ഓരോ ഘട്ടത്തിലും നാം പോലും അറിയാതെ നാം മാറും, പലതും മറക്കും, ചിലപ്പോൾ വഴിതെറ്റും. പക്ഷേ ഈ മുഴുവൻ കാലചക്രത്തിനും നടുവിൽ ഒരിക്കലും മാറാതെ നിലകൊള്ളുന്ന ഒരു സത്യമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ആ ക്രൂശിതനെ നോക്കി അന്ത്യം വരെയും നമുക്ക് യാത്ര ചെയ്യാം. യാത്ര
യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ആ അമ്മച്ചിയെ നമ്മൾ വീണ്ടും കാണും. അമ്മയുടെ ഉദരത്തിലെ നിശബ്ദതയിൽ തുടങ്ങി വാർദ്ധക്യത്തിൻ്റെ തളർച്ച വരെ നീളുന്ന ഈ യാത്ര സംഭവബഹുലമാണ്. നമ്മുടെ ബലഹീനതകളിലും അവഗണനയിലും ഒറ്റപ്പെടലിലും വേദനയിലുമൊക്കെ നമ്മെ കൈവിടാതെ ചേർത്ത് പിടിച്ചൊരു സ്നേഹം. ആ സ്നേഹം കൂടെയുള്ളപ്പോൾ എന്തിനാണെന്ന് ഈ ആകുലതകൾ? മനുഷ്യർ വിട്ടുപോകും, ശരീരം ക്ഷയിക്കും, സമയം അത് ഓടിപ്പോകും. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രം ഒരേ ഉറപ്പോടെ നിലനിൽക്കും, നമ്മെ ഇങ്ങനെ തലോടിക്കൊണ്ട്. നാം എത്ര ദൂരം പോയി എന്നതിലല്ല, ദൈവം നമുക്ക് നൽകിയ ജീവിതത്തിൽ ദൈവത്തോട് എത്ര വിശ്വസ്തരായിരുന്നു നാം എന്നതിലാണ് കാര്യം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാൻ എത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പ്രിയരെ, മരണത്തിന് ശേഷമുള്ള നമ്മുടെ നിത്യജീവന് വേണ്ടി അതിയായി നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗരാജ്യത്തിൻ്റെ പടികൾ കയറുമ്പോൾ ദൈവത്തിന് നമ്മോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് മനസ്സിൽ കണ്ട് ആഗ്രഹത്തോടെ തുടർന്നും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.